ജോസഫ് ഫലപ്രദം എന്ന് പറഞ്ഞ ഫലപ്രദം ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, ഫലമല്ല ഫലപ്രദമായ വൃക്ഷം. പറഞ്ഞ എല്ലാവരും പറഞ്ഞ ഫലപ്രദമായ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ ഈതു. അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പേര്, ദൈവത്തോടുള്ള സ്നേഹം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ, ദൈവത്തിന് നമ്മളോട് അളവുകൂടാത്ത സ്നേഹമാണുള്ളത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അൺലിമിറ്റഡ് ലവ്, അളവില്ലാത്ത, എണ്ണാൻ കഴിയാത്ത സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. ആണോ ഇല്ലേ? അല്ലെങ്കിൽ ആണോ എന്ന് ചോദിച്ചേ. നിങ്ങൾ ചോദിച്ചേ. രണ്ടാമത്തെ സെക്ഷനാണ്. ചിലപ്പോൾ ഉറക്കം വരും. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആൾ ഉണർന്നിരിക്കുന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാനാണ് നിങ്ങൾക്ക് കൈയൊക്കെ തരാനായിട്ട് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇതിനകത്തിരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നതും ഓരോ ദിവസവും ആ ദൈവിക കരുതലിനകത്ത് നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ റിഫ്ലക്ഷനാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നല്ല കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നു. നമ്മുടെ കുറവുകൾ നോക്കാതെ, ബലഹീനതകൾ നോക്കാതെ, നമ്മുടെ കഴിവില്ലായ്മകൾ നോക്കാതെ, കളർ നോക്കാതെ, അല്ലെങ്കിൽ കുലം നോക്കാതെ, കറുത്തവനോന്നോ വെളുത്തവനെന്നോ നോക്കാതെ, 5ാം ക്ലാസ് ആണോ 10ാം ക്ലാസ് ആണോ നോക്കാതെ, MBBS ആണോ എന്നോ നോക്കാതെ ഒക്കെ ദൈവം നമ്മളെ ഇതിനകത്ത് സ്നേഹിച്ച്, അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. എത്ര വലിയ സ്നേഹമാണ്, അല്ലേ? നമുക്ക് സാധാരണയായിട്ട് സ്നേഹം വരുന്നതൊക്കെ അളവ് കോല് വെച്ചാണ്. വെളുത്തവരോട് സ്നേഹമുള്ളവരുണ്ട്, കറുത്തവരോട് സ്നേഹമുള്ളവരുണ്ട്. ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നേ? നല്ല വീടുള്ളവരോട് സ്നേഹമുള്ളവർ, വാഹനമുള്ളവരോട് സ്നേഹമുണ്ട്. അങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നേ? മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്നത്. മനുഷ്യൻ നിനക്ക് ഒന്നും ഇല്ലാത്തവനാണെങ്കിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ കാണുകയില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ആൾക്കാരെല്ലാം ഓടി വരും. ഇല്ലാത്ത സമയത്ത് പറയും, ഇവൻ എൻ്റെ ആളേ അല്ല, ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല, ഇവൻ എവിടെ ജനിച്ചെന്നറിയില്ല, ഇവൻ മലയാളിയാണോ എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ നിനക്ക് വല്ല നന്മയുണ്ട് എന്ന് കണ്ടു തുടങ്ങിയ, ജസ്റ്റ് എക്സാമ്പിൾ, ചുമ്മാ നീ ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ മതി, നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഹല്ലേലൂയ ഒഴുകുന്ന സ്നേഹവുമായി വരുന്ന ഒത്തിരി പേരെ കാണാം. അയ്യോ ചേച്ചി, ചേട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഹല്ലേലൂയ. ഇവൻ മുടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചവനാണ്. ഹല്ലേലൂയ. പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്ര ഞാൻ കണ്ണുനീരൊഴുക്കിയതാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണുന്ന ചിലരൊക്കെ പറയും, ഹല്ലേലൂയ ചേച്ചി, നിങ്ങളുടെ അനുഗ്രഹമൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെ, ഞാൻ എത്ര കണ്ണുനീരൊഴുക്കിയതെന്ന് അറിയാമോ? ഹല്ലേലൂയ. മുതലക്കണ്ണീരാണെന്ന് നമുക്കേ അറിയാവൂ. സ്തോത്രം. എന്തിനാ നമ്മൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ ആളെ വരുത്തുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ഭാഷയെ സംസാരിച്ചാലേ നമുക്ക് ഹല്ലേലൂയ അങ്ങോട്ട് ദഹിക്കൂ. ഒരു സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ, അല്ലേ? നമ്മളെയൊക്കെ നോക്കി മുതലക്കണ്ണീരൊഴുക്കിയവരും മാറി നിന്നിട്ട് ആൾക്കാർ പറയും, എന്തു പറയും? ഹല്ലേലൂയ, ചുമ്മാ അല്ല, എൻ്റെ കയ്യിലിരിപ്പ് വേണ്ട, ഇവന് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാർ.
പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ സർവശക്തനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും കരുതുന്നതൊന്നും എങ്ങനെയല്ല, അല്ലല്ലോ, ഇതൊന്നും നോക്കിയിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. നീ കരഞ്ഞാൽ നിൻ്റെ കൂടെ കരയാൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല. നീ കരഞ്ഞാൽ നിൻ്റെ കൂടെ കരയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, അത് നിന്നെ വിലയ്ക്ക് വാങ്ങിയ, വില കൊടുത്തു വാങ്ങിയ ഹല്ലേലൂയ അരുമനാഥനായ യേശുവല്ലാതെ നിൻ്റെ ഹല്ലേലൂയ ഞെരുക്കങ്ങളിൽ, ഭാരങ്ങളിൽ നിൻ്റെ കൂടെ ഇരുന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ്, നിൻ്റെ ഹൃദയത്തിലെ ഞെരുക്കം അറിഞ്ഞ്, ഭാരം അറിഞ്ഞ്, ഹല്ലേലൂയ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരുവനേ ഉള്ളൂ. അവൻ ഹല്ലേലൂയ നസ്രായനായ യേശു ക്രിസ്തുവ. ആ സ്നേഹത്തിൻ്റെ ആ കൃപ, ആ സ്നേഹത്തിനകത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ അളവ് കൂടാത്ത സ്നേഹം കൊണ്ടിട്ടാണ്. സ്തോത്രം. നമുക്ക് പിന്മാറിപ്പോകാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് പിന്മാറാൻ കഴിയാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഭാരപ്പെടുന്ന, വേദനിക്കുന്ന ഒരുവനുണ്ടെന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയുന്ന ഒരുവനുണ്ടെന്നുള്ള ഉറപ്പാണ്. നമ്മുടെ വേദനകളെ അല്ലെങ്കിൽ ചുമക്കുന്ന ഒരുവനുണ്ടെന്നുള്ള ആ ഉറപ്പാണ് നമ്മെ ഓരോ ദിവസവും അതിശയകരമായി ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് അതിന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുവാൻ ഒരു പിതാവ് എനിക്കുണ്ട്. എൻ്റെ ഹൃദയം അറിയുന്ന ഒരുവനുണ്ട്, എൻ്റെ വേദന അറിയുന്ന ഒരുവനുണ്ട്, എൻ്റെ സങ്കടം അറിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, അവൻ്റെ അടുക്കലേക്ക് ചെന്നാൽ നിനക്ക് വഴക്കല്ല കിട്ടുന്നത്, നിന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളല്ല, നിന്നെ കുറ്റം വിധിക്കുന്ന ഒരു പിതാവല്ല. അല്ല, സാരമില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറോട് ചേർത്ത് കിടത്തി, അല്ലെങ്കിൽ തോളെ കിടത്തി ഒരു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ എത്രയോ രാത്രികളിൽ നിന്ന് ഉറക്കമില്ലാതെ കരഞ്ഞ നിമിഷങ്ങളിലും നിന്നെ തട്ടി ഉറങ്ങാൻ അല്ലെങ്കിൽ നിന്നെ ശീലിപ്പിക്കുന്ന, നിന്നെ തോളിൽ കിടത്തി ഒരു പൈതലിനെ, കുഞ്ഞിനെ, അല്ലെങ്കിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു കുഞ്ഞിനെ, വിങ്ങിക്കരയുന്ന ഒരു അല്ലെങ്കിൽ പൈതലിനെ തോളിൽ ഏറ്റി, തോളിൽ കിടത്തി ഉറക്കുന്നത് പോലെ ഹല്ലേലൂയ ആത്മാവിൽ ഇന്ന് ചിലതിനോട് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, നിന്റെ അവസ്ഥ പറയുകയാണ്. ഹല്ലേലൂയ, ആരും അറിയാതെ നീ ഞരങ്ങിയപ്പോൾ, ആരും അറിയാതെ നീ ഭാരപ്പെട്ടപ്പോൾ നിന്നെ തോളിൽ കയറ്റി കിടത്തി ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ തട്ടി ഉറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എത്രയോ രാത്രികളിൽ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ചേർത്തടിച്ച് ആ നല്ല കർത്താവിനെ സന്തോഷത്തോടെ, സ്തോത്രത്തോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഇന്ന് പകലിലും നിന്നെ അതുപോലെ കരുതുന്ന, അതുപോലെ തോളിലേറ്റി ഹല്ലേലൂയ നടത്തുന്ന, അതുപോലെ നിന്നെ ഹല്ലേലൂയ തോളിൽ ഹല്ലേലൂയ ഏറ്റി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കൃപ. ഇന്നും 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 ഹല്ലേലൂയ ഒരളവും നോക്കാതെ, ഒരു കുറവും നോക്കാതെ ഇന്നും അവൻ നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അവന്റെ തോളിൽ ചാരുവാൻ നീ റെഡിയാണെങ്കിൽ, നിന്നെ ഉറക്കുവാൻ, തട്ടി ഉറക്കുവാൻ, നിന്നെ അതിൽ ബലത്തോടെ നിർത്തുവാൻ, നിന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ, നിന്നെ ബലത്തോടെ നിർത്തുന്ന ഒരുവൻ ഇന്ന് പകലിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയുടെ മറവിൽ നീ അല്ലെങ്കിൽ കരഞ്ഞ നിമിഷങ്ങളിൽ അവനല്ലയോ നിന്നെ, അവനല്ലയോ, അവനല്ലയോ അവന്റെ സ്നേഹം, അളവ് കൂടാത്ത സ്നേഹം, അതിന് നിലയ്ക്കാത്ത സ്നേഹം, ഹല്ലേലൂയ മാറിപ്പോകാത്ത സ്നേഹം. നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ വചനം പറയുന്നു, ഹല്ലേലൂയ തള്ള നിന്നെ മറന്നാലും ഹല്ലേലൂയ ഈ ദൈവം നിന്നെ, ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. His love endures forever. ഹല്ലേലൂയ അവന്റെ സ്നേഹം എന്നും എന്നേക്കും.
അനുഗ്രഹിക്കപ്പെടുവാൻ, നീ വിടുവിക്കപ്പെടുവാൻ, നിന്റെ അവസ്ഥകൾ മാറുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല. നമ്മൾ കൊടുത്തനുഗ്രഹിക്കപ്പെടുന്നവരല്ല. നമ്മളെ ഹല്ലേലൂയ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ വിടുവിക്കപ്പെടുവാൻ, നമ്മുടെ അവസ്ഥകൾ മാറുവാൻ ഹല്ലേലൂയ വചനം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തത്. ഓ സ്തോത്രം, സ്തോത്രം. അവന്റെ സ്നേഹം, അവൻ നമ്മെ സ്നേഹിക്കുന്നതിന്റെ ഒരംശം തിരികെ കൊടുത്ത, അവൻ നമ്മെ കരുതുന്നതിന്, സ്നേഹിക്കുന്നതിന്റെ ഹല്ലേലൂയ ഒരു അംശം തിരികെ നൽകിയ, ഹല്ലേലൂയ സ്തോത്രം. വചനം പറയുന്നു ഹല്ലേലൂയ, അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിട്ടുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയം, ഇവൻ നിന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ, ഒരു സ്തോത്രം പറഞ്ഞേ. ആരുടെയും ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഇവൻ നിന്റെ ഹൃദയത്തിൽ പോലും നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമില്ലാതിരിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ഒരു വിചാരമില്ലാതിരിക്കുമ്പോൾ വചനം പറയുകയാണ്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, അല്ലെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ഇവൻ നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് പോലും തോന്നിയിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2026 ഹല്ലേലൂയ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വാസ്തവമായി കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവത്തോട് സ്നേഹം പുലർത്തിയിട്ടുള്ള നിന്റെ ലൈഫിനകത്ത് ഹല്ലേലൂയ ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിച്ച നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് കൈമാറുന്നത്, ഹല്ലേലൂയ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിനും തോന്നിയിട്ടുമില്ലാത്തത് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ദൈവം ഹല്ലേലൂയ ഇറക്കാൻ പോകുന്നു. ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അബ്ബാ പിതാവേ, ഹല്ലേലൂയ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ യെസ്, നീ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരംശം നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ നിന്നോടുള്ള പ്രവചന ദൂതാണ്. ഹല്ലേലൂയ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിനും തോന്നിയിട്ടുമില്ലാത്തത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറക്കിത്തരും, ഇറക്കിത്തരും, ഇറക്കിത്തരും. പിടിച്ചോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിനക്കും നിന്റെ സന്തതിക്കും. ഓ, നിന്റെ പണത്തിന്റെ വലിപ്പം നോക്കിയില്ല, അത് നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അപ്പാ എനിക്ക് തരാൻ മറ്റൊന്നുമില്ല, എനിക്ക് ഹല്ലേലൂയ എല്ലാവരെയും പോലെ തരാനില്ല, പക്ഷെ എനിക്കൊന്നെന്റെ അകത്തുണ്ട്, നിന്നോടുള്ള ഒരു സ്നേഹം. ഹല്ലേലൂയ എന്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ മറ്റൊന്നും എനിക്ക് തരാനില്ല, നിന്നോടുള്ള ഒരു സ്നേഹം എന്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ അങ്ങനെ പറയുന്ന ദൈവമേ, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഓ സ്തോത്രം, 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 സ്തോത്രം. ഓ യെസ്, ആരുടെയും ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത നീ എന്തു കൊടുത്തു എന്നുള്ള അളവിലല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് നീ എത്ര കട്ടി കൊടുത്തു എന്നല്ല, എത്ര സ്വർണം കൊടുത്തു എന്നല്ല, എത്ര ഹല്ലേലൂയ വിളക്ക് കൊടുത്തു എന്നല്ല, എണ്ണ കൊടുത്തു എന്നല്ല. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ഉള്ള ഒറ്റ കാരണം, അല്ലെ നിന്റെ അകത്ത് നിന്ന് നീ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്ക് തരാനൊന്നുമില്ല. ആത്മാവിന് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൂത് പറയുന്നു, നീ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്ക് തരാനൊന്നുമില്ല, ഞാൻ നിന്റെ ഹൃദയം അങ്ങ് തരുവാ, എന്റെ സ്നേഹം ഞാൻ അങ്ങ് തരുവാ. എനിക്ക് തരാൻ കാശില്ല, മറ്റുള്ളവരെ പോലെ ചെയ്യാൻ ഒന്നുമില്ല, പക്ഷെ എനിക്ക് എന്റെ അകത്തൊന്നുണ്ട്, എന്നെ വിടുവിച്ചവനോടുള്ള ഒരു സ്നേഹം.
ഓ നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് കഷ്ടതയോ പട്ടിണിയോ വാളോ ഇവയ്ക്കൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഒന്ന് പറഞ്ഞേ പറ്റുമെങ്കിൽ ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ എന്നെ വേർപിരിക്കുന്നതാർ. ഹല്ലേലൂയ. പട്ടിണിയോ കഷ്ടതയോ നഗ്നതയോ വാളോ ആപത്തോ എന്തു തന്നെ ആയിരുന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ, വേറെ ആരും ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ പ്രിയ യേശുനാഥ സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി എന്റെ സ്നേഹം നീക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു എന്നെ മുറ്റും തരുന്നിതാ എന്നെ മുറ്റും തരുന്നിതാ. ഓ ദൈവസന്നിധി പറഞ്ഞേ, കഷ്ടതയോ പട്ടിണിയോ വാളോ ഉപദ്രവമോ ഇവയ്ക്കൊന്നും ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇന്നത്തെ ഇനി വരുന്ന നാളുകളിൽ ചിലപ്പോൾ ഒരു തോക്ക് കൊണ്ട് വെച്ചിട്ടായിരിക്കും പറയുന്നത്. യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞ എന്ത് പറയും? അപ്പോഴും പറയണം, എന്ത് പറയും? കഷ്ടതയോ വാളോ, ഇനി ഇപ്പോൾ വാളല്ലേ, തോക്കോ വിഷയങ്ങളോ ബോംബോ
ഇവയ്ക്കൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെ പറയുമായിരുന്നു, നമ്മളെല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് ഇതെല്ലാം ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയതാണ്. നമ്മുടെയും തോക്കുകൊണ്ട് ചൂണ്ടിയിട്ടുണ്ട്. സ്തോത്രം. ഓക്കെ, പാസ്റ്റർ കഥ പറയാൻ തുടങ്ങിയെന്ന് പറയാതുണ്ട്. ഇപ്പോൾ ഓക്കെ, നമ്മൾ വായിച്ചേ. ജോസേഫ് ഫലപ്രദമായ വൃക്ഷം നീരുറവിനരികെ അവൻ എവിടെ നട്ടിരിക്കുകയാണ്? എന്തുകൊണ്ടാണ് ഈ ഫലപ്രദം എന്ന് പറയുന്നതിന്റെ കാരണം? നോക്കി, വേദപുസ്തകത്തിന്റെ അകത്ത് ഈ യാക്കോബിന്റെ മക്കളെ യാക്കോബ് വിളിച്ചങ്ങോട്ട് അനുഗ്രഹിക്കുക. എഫ്രൈമിനെ, ഇങ്ങനെ ലേവി, ഇവരെല്ലാം ഇങ്ങനെ അനുഗ്രഹിച്ച് ഏറ്റവും വലിയ ബ്ലെസ്സിങ് നൽകുന്നത്, ഏറ്റവും വലിയ ബ്ലെസ്സിങ് നൽകുക. ബ്ലെസ്സിങ്ങിന് മുമ്പേ പറയുവാണ്, ജോസഫിന് ഇനിയൊരു ബ്ലെസ്സിങ്ങിന്റെ ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യുക? അവൻ മറ്റുള്ളവരുടെ നീ ഇനി അനുഗ്രഹിക്കപ്പെടും, നീ അവിടെ പോയി ഇത് ചെയ്യും, നീ രാജാക്കന്മാരാകും, രാജ്യങ്ങളാകും, നീ പല പട്ടണങ്ങൾ പിടിച്ചെടുക്കും, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ജോസഫിൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ല, ജോസഫിനെ നോക്കി യാക്കോബ് പറയുകയാണ്, നീ ജോസഫേ, നീ ഇപ്പോഴേ ഫലപ്രദമായൊരു വൃക്ഷമാണ്. ഒരു സ്തോത്രം. നീ നാളെ ഫലപ്രദമാകുമെന്നല്ല, യു ആർ അല്ലെ ഫ്രൂട്ട്ഫുൾ ഇറ്റ്സെൽഫ്. ഇപ്പോൾ തന്നെ നീ ഫലപ്രദമായ വൃക്ഷമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. അല്ല, കാരണം അതിന്റെ കൂടെ പറയാം, നീ നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. ഓ സ്തോത്രം. എത്ര പേർ അല്ലെങ്കിൽ ഈ പകലിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറയും, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി, ഈ ദിവസങ്ങളിൽ ചിലർ നിങ്ങളെ നോക്കി പറയാൻ പോകുകയാണ്, അത് നീ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെ. നീ അനുഗ്രഹിക്കപ്പെട്ടു. നീ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പറയും, എന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ മോളെ എന്ന് പറയും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെട്ടല്ലോടേ എന്ന് പറയും. ഒരു സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെയൊക്കെ, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ നോക്കി, നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ഇനി നാളെ സംഭവിക്കുമെന്നല്ല, അല്ല, ഈ ദിവസങ്ങൾ തുടങ്ങി ഹല്ലേലൂയ പലരും നിന്നെ നോക്കി പറയും, നീ ബ്ലെസ്ഡ്, നീ അനുഗ്രഹിക്കപ്പെട്ടു. നീ ഹല്ലേലൂയ, ഓ നീ ആ ചർച്ചിലാ പോകുന്നേ, നീ അനുഗ്രഹിക്കപ്പെട്ടു. നീ കർത്താവിനെ അറിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടു. നീ യേശുവിനെ അറിഞ്ഞു, ഹല്ലേലൂയ, ഓ ഗുഡ്, ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടു. പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞേ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്തുവാണെന്നറിയോ? നീ എവിടെ നട്ടിരിക്കുക? ജോസഫിനെ കുറിച്ച് പറയാം, ജോസഫെ ഇനി നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. യാക്കോബ് അങ്ങോട്ട് അനുഗ്രഹിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പറയാം, യു ആർ, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ചുമ്മാ അല്ല ജോസഫെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, നിന്റെ അപ്പനായ യാക്കോബിനെക്കാളും നീ നീരുറവിനരികെ നട്ടിരിക്കുന്നു. നിന്റെ ഈ ദിവസങ്ങളിലെ ബ്ലെസ്സിങ് വരാൻ പോകുന്നത് ഒറ്റ കാരണം കൊണ്ട്, നീയും ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഒറ്റ റീസൺ കൊണ്ട്. അതാ ദൈവാത്മാവ് എനിക്ക് നൽകുന്ന ദൂത്. നീ ഹല്ലേലൂയ നട്ടിരിക്കുക. കാരണം നിനക്ക് കർത്താവിനോടൊരു വല്ലാത്തൊരു പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. ആ ഒറ്റ റീസൺ കൊണ്ട് നീ എവിടെയോ പട്ടുപോകുമെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ തെളിയിക്കാൻ പോവുകയാണ്. നീ ഹല്ലേലൂയ നട്ടിരിക്കുന്നത് നീരുറവിന്റെ അരികിലാണെന്ന് ഹല്ലേലൂയ ദൈവത്തിന് അത് തെളിയിച്ചു കൊടുക്കത്തക്ക വണ്ണം, അത് തെളിയിക്കപ്പെടത്തക്ക വണ്ണം ദൈവം ഇറങ്ങി അത് ചെയ്യാൻ പോവുകയാണ്.
കാരണം നിന്റെ അകത്ത് ദൈവത്തോട് കിടക്കുന്ന ഒരു സ്നേഹം, ഒറ്റ റീസൺ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, ഇവൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തെളിയിക്കേണ്ടത്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. കാരണം അവളെ നട്ടിരിക്കുന്നത്, എന്നോട് ചേർത്താ നട്ടിരിക്കുന്നത്. കൊമ്പുകൾ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ ഇന്ന് ആത്മാവ് പറയുന്നു, ക്രിസ്തുവിന്റെ ഹൃദയവുമായി ബന്ധമുള്ള നിനക്ക്, യേശുവിന്റെ ഹൃദയവുമായി കണക്റ്റായിരിക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നീ ആശ്ചര്യത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഓ യെസ് യെസ് യെസ്. അതിന് ചിലർ നിന്നെ നോക്കി പറയാൻ പോവുകയാണ്, മോളെ നീ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നീ അനുഗ്രഹം, നാളെ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ഇന്ന് നീ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അനേകരുടെ ജീവിതത്തിന് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ പിടിച്ചുകൊള്ളുക. നീ എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറയത്തക്ക വണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇതാ നിന്നെ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നീ ഇരിക്കും. പറഞ്ഞേ യെസ്. ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഞാൻ ഇരിക്കും തക്ക കാലത്ത്. ഓ സ്തോത്രം. നീ ഒരു ഫലപ്രദമായ വൃക്ഷം. അസൂയല്ലെങ്കിൽ അടുത്ത ആളിന് കൈ കൊടുത്ത് പറഞ്ഞേ, നീ ഒരു ഫലപ്രദമായ വൃക്ഷം. സ്തോത്രം. നീ ഒരു അടുത്തിരിക്കുന്ന ആരും കൈ തന്നില്ലെങ്കിൽ അതിലെ കൈ അല്ലെങ്കിൽ പിടിച്ചൊടിച്ചെടുത്തോ. എന്നിട്ട് പറ, ഹല്ലേലൂയ, നീ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. നീ ഫലപ്രദമായ വൃക്ഷം. ഹല്ലേലൂയ. സ്തോത്രം. യാക്കോബിന്റെ അടുക്കലേക്ക് വന്ന് ജോസഫിനെ നോക്കി എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ഇങ്ങനെ അങ്ങ് പ്രവചിക്കുക. യാക്കോബിൽ നിന്ന് വരുന്ന പ്രവചനം മുഴുവൻ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നീ ഇതിനോട് ചേർന്ന് ഞാൻ പറയാം, ഇനി ചിലർ നിന്നെ നോക്കി പറയുന്ന, നിന്നെ കാണുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങും, യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കേൾക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അല്ല, ഇന്നലെ വരെ നിന്നെ നോക്കി ശാപമെന്ന് പറഞ്ഞവർ, ഇന്നലെ വരെ നിന്നെ നോക്കി ഹല്ലേലൂയ 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 അയ്യോ പാപം പറഞ്ഞവർ, ഇനി നിന്നെ നോക്കി പറയാൻ, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി പറയാൻ പോകുന്നത്, ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയത്തക്ക വണ്ണം. അല്ല, ഇന്നലെ വരെ നിന്നെ ശാപമെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് ഇതുപോലെ ശാപം പിടിച്ച ഒന്നില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ നിന്നെ, നിന്റെ തലമുറയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പറയാൻ പോകുകയാണ്, അല്ലെങ്കിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ഇവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവർ. നിന്റെ ശാപമൊക്കെ പൊട്ടി മാറാൻ പോകുക. ഇന്നലെ വരെ നിന്നെ കൂരിരുൾ താഴ്വരയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ നോക്കി ഇനി ഏതു പ്രവാചകൻ വന്ന് നിന്റെ തലയിൽ കൈവച്ചാലും, ഹല്ലേലൂയ, ഇനി പറയാൻ പോകുന്ന ശാപം പൊട്ടട്ടെ എന്നല്ല പറയാൻ പോകുന്നത്, യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. യെസ് യെസ്. നിന്റെ തലയിലെടുത്ത് മാറുക, തലവര മാറുക, നിന്റെ മുൻവിധികൾ മാറുകയാണ്. ഇന്നലെ വരെയുള്ള നിന്റെ സ്ഥിതി മാറുകയാണ്, നിന്റെ സാഹചര്യം മാറുകയാണ്, നിന്റെ തലയിലെടുത്ത് മാറുകയാണ്. നിന്നെ നോക്കി ലോകം പറയും, പ്രവാചകന്മാർ പ്രവചിക്കും, ഹല്ലേലൂയ, കാണുന്ന
മുന്തിരി വള്ളി. ഇനി നിന്റെ തലയൊക്കെ വെച്ച് ആരും ശാപമെന്നല്ല പറയാൻ പോകുന്നു. തലയിലോട്ട് കൈവയ്ക്കാൻ വരും മുമ്പേ അതിനകത്ത് റിയലൈസ് ചെയ്യും. അതിനകത്ത് ആത്മാവ് പറയും, ഇവൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സിനോദ് അല്ല, ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാജു അല്ല, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അനീഷ് അല്ല, സനു അല്ല, ഹല്ലേലൂയ, സന്തോഷ് ബ്രദർ അല്ല, സുഗുണം ബ്രദർ അല്ല, യു ആർ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ബാബു ബ്രദർ അല്ല, പറഞ്ഞ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന രമ്യയല്ല. നിന്നെ നോക്കി നിന്റെ മേൽ കൈവയ്ക്കുന്നവർ പറയും, നീ അനുഗ്രഹിക്കപ്പെട്ടവർ. പിടിച്ചോ, നീ അനുഗ്രഹിക്കപ്പെട്ടവർ, നീ അനുഗ്രഹിക്കപ്പെട്ടവർ, നീ അനുഗ്രഹിക്കപ്പെട്ടവർ, നീ ഒരു അനുഗ്രഹം. നിന്നെ നോക്കി ആത്മാവ് പ്രവചിക്കും, നീ നീരുറവയിന് അരികിൽ നട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ എന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ തലയിലെടുത്ത് മാറ്റുകയാണ്. ഇന്ന് പകലിൽ നിന്റെ തലവര മാറ്റുകയാണ്, നിന്റെ മുൻവിധി മാറ്റുകയാണ്, നിന്റെ ഇന്നലെ വരെയുള്ള സ്ഥിതി മാറ്റുകയാണ്. മുൻവിധികൾ മാറട്ടെ, ഹല്ലേലൂയ, എഴുത്തുകൾ മാറട്ടെ. ഇനി നിന്നെ തൊടുന്നവർ നിന്റെ കെട്ടുപൊട്ടട്ടെ എന്നല്ല, നിന്റെ ശാപം മാറട്ടെ എന്നല്ല. ഹല്ലേലൂയ, സഹോദരി പിടിച്ചോ, ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നത്. ഇനി നിന്നെ കാണുന്നവർ പറയ, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ അകത്തൊരു അനുഗ്രഹം ഒഴുകുന്നത് ലോകം കാണ. നിന്റെ അകത്ത് നിന്ന് ബ്ലെസ്സിംഗ് ഒഴുകുന്നത്, നീ നട്ടിരിക്കുന്നത് ഫലപ്രദമായ നീരുറവിന്റെ അരികിലെന്ന് തിരിച്ചറിയുന്ന ദൈവശക്തി. സഹോദരന്മാരെ പിടിച്ചോ, നിന്റെ തലയിൽ എഴുത്ത് മാറുന്നു. നിന്നെ കുറിച്ച് ഇവനൊരു ശാപം പിടിച്ച കുടുംബത്തിനകത്താണല്ലോ എന്ന് പറഞ്ഞെന്ന് മാറിയിട്ട് ആത്മാവ് നിന്റെ ആ പേര് മാറ്റിയിട്ട് ദൈവാത്മാവ് ഇനി നിന്റെ മേൽ നിന്നെ കാണുന്നവർ, ഒരു പ്രവാചകൻ നിന്നെ തൊട്ട അവൻ പറയും, ആ പ്രവാചകൻ പറയും, നീ ഒരു അനുഗ്രഹമാണ്, നീ സഭയ്ക്കൊരു അനുഗ്രഹമാണ്, നീ ദേശത്തിനൊരു അനുഗ്രഹമാണ്, നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ് എന്ന് പറയത്തക്ക വണ്ണം ആത്മചൈതന്യം, ആത്മാവിന്റെ ശക്തി നിന്നിലൂടെ പുറത്തു വരുവാൻ പോകുന്നത്. അടുത്ത് നിൽക്കുന്ന എന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ, നീ ഫലപ്രദമായ വൃക്ഷം തന്നെ. ഫലപ്രദമായ ഫലം കായ്ക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലം കായ്ക്കുമെന്നല്ല. യാക്കോബ് ഇങ്ങനെ കൈ അങ്ങോട്ട് ജോസഫിന്റെ മേൽ വെച്ചപ്പോ തന്നെ പറയുക, നീ ഫലപ്രദമായ വൃക്ഷം. വിശ്വസിക്കുന്നുണ്ടോ? ചിലർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈവയ്ക്കുമ്പോൾ കാണുന്നത് ഇരുട്ടും ശാപവും പാമ്പുനെയല്ല എന്നെ കാണാൻ പോകുന്നേ. അയ്യോ, ഒരു ആക്സിഡന്റ് വരുന്നു എന്നല്ല എനിക്ക് പറയാൻ പോകുന്നേ. എൻ്റെ മേലങ്ങോട്ട് കൈ വയ്ക്കുമ്പോൾ അവരുടെ അകത്തൊരു പൊട്ടലുണ്ടാകും, അവരുടെ അകത്തൊരു കാത്തലുണ്ടാകും. കാരണം നീ നട്ടിരിക്കുന്നത് ഏത് വൃക്ഷമെന്ന് തിരിച്ചറിയും. നീ നട്ടിരിക്കുന്നത് ഫലപ്രദം വൃക്ഷം, അതിന്റെ നീരുറവിനരികെ നിന്നെ നട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയത്തക്കവണ്ണം. സ്തോത്രം, സ്തോത്രം. ഇരുന്ന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഫലപ്രദമായൊരു സ്തോത്രം. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. സ്തോത്രം പറഞ്ഞേ. നിങ്ങളിതൊന്ന് പഠിച്ചു നോക്കണം, വീട്ടിൽ പോയിട്ട് പഠിച്ചു നോക്കണം. ബാക്കിയുള്ളവരെല്ലാം പഠിച്ച് നീ അവിടെ രാജാവാകാം, അവിടെ ഇതാകാം, അതിനെ പിടിച്ചെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ജോസഫിന്റെ മേലങ്ങോട്ട് കൈ വെച്ചതും യാക്കോബ് കാണുവാ. എന്തുവാ? നീ പറഞ്ഞേ, ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. എത്ര പേർ ആഗ്രഹിക്കുന്നു? നീ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇനി പറയാൻ പോകുകയല്ല. നിന്റെ കയ്യിലോട്ടൊന്ന് പിടിക്കുമ്പോൾ, നിന്നെ കാണുമ്പോൾ
നിന്നോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയണ അയ്യോ ഇവൻ മുടിഞ്ഞ ശാപത്തിനകത്താന്ന് പറയുകയല്ല, നിന്നെ അങ്ങോട്ട് തൊടുമ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയും യു ആർ ഫ്രൂട്ട്ഫുൾ ട്രീ which planted in the river side. നിന്നെ സ്തോത്രം. അതിൻ്റെ അത് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കാണുക മാത്രമല്ല, അടുത്ത യാക്കോബ് കാണുകയാണ്. എന്ത് ചെയ്യുക? ഇവൻ അസാധാരണ സംഭവം. ഇവൻ ഒരിടത്ത് ഒതുങ്ങുന്നവനല്ല. സ്തോത്രം. ഇവന് അടുത്ത യാക്കോബ് കാണുന്നത് എന്തുവാ? ആ യാക്കോബ് കൈവയ്ക്കുമ്പോൾ കാണുന്നത് ജോസഫ് ഫുള്ളി എന്ത് ചെയ്തിരിക്കുക? പലവിധ ഫ്രൂട്ട്സുകൾ കൊണ്ടങ്ങിട്ട് നിറഞ്ഞു നിൽക്കും. സ്തോത്രം. ഫുൾ ഫ്രൂട്ടഡ് ആയിട്ട് നിൽക്കുക. മുട്ട് വന്ന് നിൽക്കുകയല്ല, എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് ഫലം കാച്ചങ്ങോട്ട് നിൽക്കുക. കാച്ചു നിൽക്കുക മാത്രമല്ല, അടുത്ത ലെവൽ യാക്കോബ് കാണുകയാണ്. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വിശ്വസിക്കുന്നുണ്ടോ? നീ ഒരിടത്ത് നിൽക്കുകയല്ല, പടരാൻ പോവാ. നീ പടരാൻ പോവാ. ഓ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ റെവലേഷനിൽ, വെളിപ്പാടിൽ ഹല്ലേലൂയ യാക്കോബ് കാണുകയാ ജോസഫ് ഇങ്ങനെ പടർന്ന് ഫ്രൂട്ട്സ് കൊണ്ട് നിറഞ്ഞ് എന്ത് ചെയ്യുക? പടർന്ന് മതിലിലേക്ക്. സ്തോത്രം. എടാ, ഈ ചെടി നട്ടപ്പോ ഇതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മതില്. പിടികിട്ടുന്നുണ്ടോ? ഇതിനെ വളരാതെയൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വേലിയും മതിലും ചുറ്റും ഇതൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോയപ്പോ, വിതുരയിൽ പോയപ്പോ നമ്മുടെ മോഹനം ബ്രദർ പറഞ്ഞു, ഒലട്ടി എന്ന് പറഞ്ഞൊരു മരമാണ്. അപ്പൊ ഇത് അദ്ദേഹം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഒരു മതിൽ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കാണിച്ചിട്ട് അതിൻ്റെ അടുത്താണ് ഈ ഒലട്ടി ഇങ്ങനെ നട്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നോക്കിക്കോണം, ഇത് 1-2 വർഷം കഴിയുമ്പോൾ ഈ മതിലിനെയൊക്കെ പൊളിച്ച് ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങളെല്ലാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഒരു തടസ്സങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. സാധാരണ മരങ്ങളെ സംബന്ധിച്ച് ഇപ്പം അതിങ്ങനെ വളർന്നു വരുമ്പോൾ അവിടെ ഒരു മതിലോ വേറൊരു മരമോ ഉണ്ടെങ്കിൽ ഇത് പാവം വഴിമാറി എന്ത് ചെയ്യുക? അതാണ് ഈ തെങ്ങ് വരെ വളഞ്ഞു പോകും. ഒരു തടസ്സം ഉണ്ടെങ്കിൽ വന്നിട്ട് അവസാനം എല്ല് പോലെ വളഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോകും. പക്ഷെ ഒലട്ടിയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും മതിലാണെങ്കിൽ മതിലും പൊളിച്ച് അത് നേരെ ഒറ്റ പോക്കാം. ഒലട്ടി വളഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്ന് ഒലട്ടി കണ്ടത്. അത് നമ്മൾ കണ്ടത് ഒരു വലിയ മാവ് പോലത്തെ മാവ് നിൽക്കുന്നു. ഈ മാവിൻ്റെ ശിഖരത്തിൻ്റെ ഇടയിൽ കൂടെ മാവ് ഇവിടെ നിൽക്കുന്നു, ഒലട്ടിയുടെ അപ്പൊ മാവിൽ നട്ടു വെച്ചിരിക്കുന്ന പോലെ ഒലട്ടി മാത്രം വേണം. അപ്പോഴെന്നെ ഞങ്ങളെ കാണിച്ചു, കണ്ടോ ഒലട്ടി അവിടെ, ഈ മാവ് അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ മാവ് വളഞ്ഞല്ലാതെ ഒലട്ടി വളഞ്ഞേ. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിന്റെ മേൽ വെളിപ്പെട്ട, ദൈവത്തിന്റെ നീ ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വഴിമാറുകയല്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മതിലുകൾ, നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ, നിന്റെ മുമ്പിൽ നിന്നെ തടഞ്ഞു നിൽക്കുന്ന പലതും 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 ഹല്ലേലൂയ വഴിമാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ പിടിച്ചോ. പലതും പലതും നിന്റെ മുമ്പിൽ, നീ അതിന്റെ മേളിൽ പടരും. മതിൽ അവിടെ ഇരിക്കും, നീ അതിന്റെ മേളിൽ
പഠിച്ചോളണം. ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. വചനം നിന്റെ അകത്ത് ഇപ്പോൾ ക്രിയ ചെയ്തു തുടങ്ങുകയാണ്. വചനം പറയുന്നു, ഹല്ലേലൂയ, അതിന്റെ കൊമ്പുകളിൽ മതിലിന്മേൽ പടരുന്നു. യെസ്, തടസ്സങ്ങളുടെ മേളിൽ, പ്രതികൂലങ്ങളുടെ മുകളിൽ ദൈവം നിന്നെ വളർത്തി 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 നിന്നെ ദൈവം ഉയർത്തി അതിന്റെ മുകളിൽ പടരുമാർ. തടസ്സങ്ങൾ ഇനി നിനക്ക് വിഷയമല്ല. പ്രതികൂലം നിനക്ക് വിഷയമല്ല. എതിർ പ്രാർത്ഥന നിനക്ക് വിഷയമല്ല. പോരാട്ടം നിനക്ക് വിഷയമല്ല. പ്രതികൂലം നിനക്ക് വിഷയമല്ല. നിന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലികൾ നിനക്ക് വിഷയമല്ല. മതിലുകൾ വിഷയമല്ല. മലകൾ വിഷയമല്ല. മന്ത്രവാദം വിഷയമല്ല. പോരാട്ടം വിഷയമല്ല. നീ അതിന്റെ മേളിൽ 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 സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ദൈവശക്തി, 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 അഭിഷേകത്തിന്റെ ശക്തി. യെസ്, അഭിഷേകത്തിന്റെ ശക്തിയാൽ നീ അതിന്റെ മേളിൽ പടർന്ന് പടർന്ന്. യെസ്, യോസേഫേ, നിന്നെ ഒതുക്കിയതെല്ലാം അവിടെ നിൽക്കും. നീ അതിന്റെ മേളിൽ, അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ. ഓ, നിന്റെ വഴി തടഞ്ഞ് മതിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കട്ടെ. നിന്റെ നന്മയ്ക്കും നിന്റെ അനുഗ്രഹത്തിനും വിരുദ്ധമായിട്ട് ഹല്ലേലൂയ പലതും ചെയ്യട്ടെ. സ്തോത്രം. ദൈവം നിന്നെ വളർത്താൻ തുടങ്ങിയുണ്ടല്ലോ. നീ അതിന്റെ മുകളിൽ, നീ അതിന്റെ മുകളിൽ പടരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാവിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ് ചിലത്. നിന്റെ ബ്ലെസ്സിങ്, നിന്റെ അകത്ത് നിന്റെ ബ്ലെസ്സിങ് വർദ്ധിക്കുമ്പോൾ നിനക്ക് വിരുദ്ധമായി പൊങ്ങിയ മതിലിനൊക്കെ നീ ഞെരിച്ചു കളയും. സ്തോത്രം, സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഇന്നലെ വരെ നിനക്ക് പ്രതികൂലമെന്ന് തോന്നിയത് നീ അതിന്റെ മേളിൽ ഒന്ന് പടർന്നു കഴിയുമ്പോ അല്ലെങ്കിൽ ഇതിനൊക്കെ നീ ഞെരിച്ച്. സ്തോത്രം, സ്തോത്രം. ചിലത് സംഭവിക്കുന്നു ആത്മാവിൽ, ആത്മമണ്ഡലത്തിൽ. ദൈവസഭയോട്, ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നത്, ഇന്നലെ വരെ നിനക്ക് വിരുദ്ധമായി വെല്ലുവിളിയോടെ നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഞെരിച്ചു കളയും, ഞെരിച്ചു കളയും. നീ അവൻ ഇല്ലാതാകും. നീ പടർന്ന് 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 നിന്നിൽ വെളിപ്പെടുന്ന ബ്ലെസ്സിങ് ചിലതിനെ എന്ത് ചെയ്ത് കളയും? ഞെരിച്ചു കളയും. കേട്ടോ സുഗുണം ബ്രദറെ, ചിലത് നിങ്ങളുടെ ദേശത്ത് നിന്ന് ദൈവം മാറ്റിക്കളയാം. ചില പ്രതികൂലങ്ങളെ, നിന്റെ കുടുംബത്തെ ഒതുക്കുന്ന ചില പൈശാചിക ശക്തികളെ ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഞെരിച്ചു കളയാം. സ്വീകരിക്കും. ചിലതൊക്കെ നീ പഠനം തുടങ്ങിയ പിന്നെ വലിയ വിഷയമാണ്, മതിലൊരു വിഷയമാണ്. യാക്കോബ് നോക്കുമ്പോൾ ജോസഫിനെ മേളിലോട്ട് ഉയരാതെ വണ്ണം തടഞ്ഞുകൊണ്ടിരുന്ന മതിലിപ്പം കാണാനില്ല. ആ മതിലിപ്പം കാണാനില്ല. ഇപ്പൊ മതിലെവിടെയാ? മതിലെവിടെയാ പറഞ്ഞേ? മതിലിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. പിടികിട്ടുന്നുണ്ട്? ഞാൻ ഇതൊക്കെ പറയുമ്പോ ഞാൻ ചിരിക്കുന്നത് എന്തിനാന്ന് ഞാൻ ചിലത് കണ്ടുകൊണ്ട് ചിരിക്കും, ചിലത് കാണുന്നോണ്ടാ എനിക്ക് ചിരി വരും. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്നെ തടഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അതിന്റെ മസിൽ പിടിച്ച് നിൽക്കുക. എന്തിനാന്ന്? ഇവൻ ഇതിന്റെ മേൽ പടർന്ന് എപ്പോ വേണോ വീഴാം. ആര് വീഴാം? നീയല്ല. ഹല്ലേലൂയ. മതില് വീഴാം. യാക്കോബ് നോക്കിയിട്ട് ജോസഫ് അങ്ങ് പടർന്നുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ നിന്റെ സ്ഥിതിയും അതുപോലെ
ദൈവത്തിന്റെ ആത്മാവ്. നീ ചിലരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന്. നീ ചിലരുടെ നിലനിൽപ്പിന് നീ ഒരു ഭീഷണിയായി മാറും. നിന്നെ ദൈവം അതുപോലെ പടർന്ന് 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 നീ മതിലിൽ മേളിക്കയറി പടരും. ഇപ്പൊ ഇവിടെ ജോസഫിനെ കുറിച്ച് യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് എന്തുവാ? ഇവനങ്ങ് ഇന്നലെ വരെ തടസ്സമായി നിന്നതിൻ്റെ മേളിൽ നീ അങ്ങോട്ട് പടർന്ന് അങ്ങോട്ടേക്ക്. ഇത് മാറിയിട്ട് വളരാന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. നിന്റെ മേൽ ബ്ലെസ്സിങ് വെളിപ്പെടാൻ തുടങ്ങിയാൽ ഇതൊന്നും നിന്റെ മുമ്പിൽ ഒരു തടസ്സമേ അല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാവെൻ്റെ അകത്തിട്ടത്. ഇനി ചിലർ പ്രാർത്ഥിക്കുന്നത് ഇനി നിനക്ക് വേണ്ടി എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറഞ്ഞേ? ആൻറ്റി ചിരിക്കുക. ഇനി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോ? വിചിത്ര സിസ്റ്റർ പറഞ്ഞേ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. അവൻ തീരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഒരു രക്ഷയില്ലാതെ ആര് പടരുക? ഒരു രക്ഷയില്ലാതെ പറഞ്ഞേ വിശ്വസിക്കുന്നവരോട് ഒരു രക്ഷയില്ലാതെ ഞാൻ അങ്ങോട്ട് പടരാൻ. പലതും പറയാനൊക്കെ വരുന്നില്ല ഇവിടെ. ഓക്കെ, അടുത്ത വായിച്ചേ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. സൂത്രം പറഞ്ഞു. ജോസഫിന്റെ മേൽ കൈവച്ച് ആര് പറയുക? യാക്കോബ് പറയുക, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല്, സ്തോത്രം. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. പല വിഷമങ്ങളും വന്നു, പല പ്രതികൂലങ്ങളും വന്നു, പക്ഷേ ഞാൻ ഉറപ്പോടെ നിന്നു. വിഷമം വന്നപ്പോ തീർന്നു എന്നല്ല, വീണു എന്നല്ല, വിഷമം വന്നപ്പോ ഒത്തിരി അമ്പ് ചെയ്തു. പുറകിൽ അവന്റെ 23 അടുത്ത് വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. ആരെ വിഷമിപ്പിച്ചു? വില്ലാളികൾ ജോസഫിനെ വിഷമിപ്പിച്ചു. അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. അവനോട് പോരാടിക്കൊണ്ടിരുന്നു. അമ്പെയ്തു, വിഷമിപ്പിച്ചു. എന്നും പോരാട്ടമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല് ഇതൊന്നും വകവയ്ക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും ബാധിക്കാതെ, ഇതൊന്നും അവനെ തൊടാതെ അവൻ അതിന് ഉറപ്പോടെ നിന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിഷമിപ്പിക്കുന്ന 100 വിഷയങ്ങൾ, നിന്നെ തകർത്തു കളയുമെന്ന് പോരാടിയ പോരാട്ടങ്ങൾ, നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ നിനക്ക് നേരെ വന്നപ്പോഴും ഹല്ലേലൂയ, ആ വല്ലഭന്റെ ഭുജബലത്താൽ ഉറപ്പോടെ നിന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്
ഹല്ലേലൂയ. ആ വെല്ലുവിളികളുടെ മുമ്പിൽ, നിന്നെ വിഷമിപ്പിച്ച ഘട്ടങ്ങളിൽ, നീ തകർന്ന ഘട്ടങ്ങളിൽ, ഹല്ലേലൂയ, നീ ഉറപ്പോടെ നിന്ന ദൈവ പൈതലേ, നീയാണ് പടർന്ന് പന്തലിക്കാൻ പോകുന്നത്. നീയാണ് മതിലിന്മേൽ പടരാൻ പോകുന്നത്. നീയാണ് ഉയർച്ച തന്നെ പ്രാപിക്കാൻ പോകുന്നത്. നിന്നെയാണ് നിന്റെ തലയിലെടുത്ത് മാറ്റി ദൈവം നിന്നെ ഉയർത്തി മാനിക്കാൻ പോകുന്നത്. വല്ലഭന്റെ ഭുജബലത്തിൽ ആശ്രയം വെച്ച് നിന്റെ വില്ല് ഉറപ്പോടെ നിന്ന ദൈവ പൈതലേ, നീ വിഷമിച്ച ഒത്തിരി നാളുകൾ, ഓ ജോസഫിനെ വിഷമിപ്പിച്ച ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മൾ ഈ അനുഗ്രഹമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ, ഈ അനുഗ്രഹത്തിൻ്റെ പുറകിൽ എന്തെന്നുകൂടെ യാക്കോബിന് വെളിപ്പെടുക. യാക്കോബ് കാണുന്നത് എന്താണെന്നറിയോ? നിരന്തരമായ അമ്പെയ്ത്തുകൾ, നിരന്തരമായ പോരാട്ടം, നൂറുകണക്കിന് വിഷയങ്ങൾ അവനെ വിഷമിപ്പിക്കുന്ന അവസ്ഥകൾ. പക്ഷെ അതിൻ്റെ മധ്യത്തിലൊക്കെ യാക്കോബ് കൈവച്ചപ്പോൾ കാണുന്നത്, ഒരു കൈയിലെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല. പക്ഷേ അവൻ പിടിച്ചിരിക്കുന്ന ഒരു വില്ലുണ്ട്. അത് യാക്കോബിന്റെ ഭുജബലമാണ്. ഓ, മനുഷ്യന്റെ ബലമല്ല. ഓ ഹല്ലേലൂയ, മനുഷ്യന്റെ ബലമല്ല. അവന്റെ അപ്പൻ അവന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദൈവം, അവന്റെ കുഞ്ഞു നാളുകളിൽ അപ്പൻ അവന് പറഞ്ഞു കൊടുത്ത ഇസ്രായേലിന്റെ ഒരു ദൈവം അവനുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ അവൻ നിന്നതുകൊണ്ട് ഒരായുധവും അവന്റെ മേൽ ഫലിച്ചില്ല. ഒരു വിഷമവും അവനെ തകർത്തില്ല. ജോസഫ് കാണുക, എൻ്റെ മോനെതിരായിട്ട് ഒത്തിരി പ്രതികൂലം വന്നു, വെല്ലുവിളികൾ വന്നു, അവനെ വിഷമിപ്പിച്ച ഒത്തിരി ഘടകങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല? അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും നമ്മൾ പോരാട്ടം ബന്ധനം എന്ന് പറഞ്ഞ് ഓടുകയല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറപ്പോടെ നിൽക്കണം. നീ ഒറ്റയ്ക്കായിരിക്കാം. നീ കരയുന്ന നിമിഷങ്ങൾ, വേദനപ്പെട്ട അവസ്ഥകളിലെല്ലാം നീ ഒറ്റയ്ക്കായിരുന്നു കാണും. പക്ഷേ ഹല്ലേലൂയ, നീ അവൻ്റെ ഭുജബലത്തെ ആശ്രയം വെച്ച് അവൻ്റെ വില്ല് താഴാൻ ദൈവം സമ്മതിച്ചില്ല, ഒടിയാൻ സമ്മതിച്ചില്ല. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു എന്ന് വെച്ചാൽ അഭ്യാസി. യാക്കോബിന്റെ വല്ലഭൻ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ അഭ്യാസിയുടെ കയ്യാൽ എന്ത് ചെയ്തു? ബലപ്പെട്ടു. അവൻ ദൈവത്തിൽ ആശ്രയം വെച്ച് നിന്നപ്പോൾ അവനെ താങ്ങി നിർത്തുന്നത് യാക്കോബിന്റെ വല്ലഭന്റെ ഭുജമാണ്. നീ ദൈവത്തെ ഉറച്ചു വിശ്വസിച്ച് ഈ ദൈവത്തിൽ ആശ്രയം വെച്ച് നിന്നാൽ നിന്റെ കഴിവ് കൊണ്ടല്ല നീ നിൽക്കുന്നത്, നിന്നെ താങ്ങി നിർത്തുന്ന, നിന്നെ ബലത്തോടെ നിർത്തുന്ന, നിന്നെ ധൈര്യത്തോടെ നിർത്തുന്ന വല്ലഭന്റെ ഭുജബലം. അതുകൊണ്ട് നീ നിന്റെ സങ്കടങ്ങളിൽ തളർന്നു പോകരുത്, ഭാരങ്ങളിൽ തളർന്നു പോകരുത്, വേദനകളിൽ തകർന്നു പോകരുത്, നിരാശകളിൽ വീണു പോകരുത്. 100 അമ്പെയ്ത്തുകൾ ഉണ്ടാകും. യാക്കോബ് ഇന്ന് നീ പടർന്ന് പന്തലിക്കുകയാണ്. പക്ഷെ ഇന്നലകളിലെ കുറിച്ച് യാക്കോബ് പറയുകയാണ്, ജോസഫിനെ നോക്കി പറയുകയാണ്, ജോസഫ് നിങ്ങൾക്കറിയാമോ, ഇവൻ ഇന്ന് മതിലിന്മേൽ പടരുകയാണ്. എൻ്റെ മറ്റു മക്കളെക്കാളും ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
പക്ഷെ അവൻ കടന്നുപോയൊരു സാഹചര്യമുണ്ട്, അവൻ കടന്നുപോയ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ കൂടെ യാക്കോബ് അങ്ങ് പറയുക. യാക്കോബ് പറയാണ്, അവൻ എന്ത് ചെയ്തു? അവനെതിരായി അമ്പെയ്ത്തുകൾ നടന്നു, അവൻ വിഷമിച്ചു. അവൻ എന്ത് ചെയ്തു? വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവരോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. പക്ഷേ ആ സമയത്തൊന്നും അവൻ ഒട്ടും പതറിയില്ല. പറഞ്ഞ അടുത്തിരിക്കുന്ന തൊട്ട് പതറിപ്പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ഭുജം, ഈ ദൈവത്തിൻ്റെ കരം നീ ഉറപ്പോടെ അങ്ങ് ഒന്നും കണ്ടില്ലേലും, ഒരു നന്മയും കണ്ടില്ലേലും, ഒരു വിടുതൽ കണ്ടില്ലേലും, നിനക്കുണ്ടാകുന്ന സങ്കട സമയങ്ങളിൽ നീ ദൈവത്തെ ആശ്രയം വെച്ച് ഉറപ്പോടെ അങ്ങ് നിൽക്കണം. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. ഓ സ്തോത്രം. എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സഹായം നിന്നെ അനുഗ്രഹിക്കും. മുഖത്ത് നോക്കി പറഞ്ഞേ സഹോദരി, നിങ്ങളുടെ മുഖം കണ്ടപ്പോ ഉണ്ടല്ലോ, മുഖം കണ്ടപ്പം പറയാൻ തോന്നുവാണ്, ഭയങ്കര ഒരു സംഭവമാണ്. സ്തോത്രം. അർത്ഥം വെച്ച് പറയരുത്. നിങ്ങളൊരു ഭയങ്കര സംഭവം, അതേ ഒരു ഫലപ്രദമായ നിങ്ങളുടെ പ്രവചിച്ച് പറയണം, ഞാൻ കാണുന്നത് ഈ പടർന്ന് വർദ്ധിച്ചു മതിനിന്മീതെ എന്ന് വെച്ചാൽ പ്രതികൂലങ്ങളിൽ മേളിൽ പടരുന്നത്. ഇന്നത്തെ ഈ സങ്കടം, വേദനകളും പ്രശ്നങ്ങളുടെയൊക്കെ മേളിൽ, അതിന്റെ ആ വിഷയത്തിൻ്റെയൊക്കെ മേളിലൂടെ ദൈവം തന്നെ അങ്ങോട്ട് കയറ്റി വിടാൻ പോകും. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. പഠനനാക്കി പാടുപെട്ട് കിടക്കുമ്പോൾ ഈ ചെടിയൊക്കെ നട്ടല്ലെങ്കിൽ ഈ വള്ളിയൊക്കെ നിൽക്കാൻ നമ്മൾ അതിനെ പിടിച്ചെന്ത് ചെയ്യും അല്ലേ? ചെടിയൊക്കെ നടത്തുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ പേരെന്താ? ലേഖ സിസ്റ്റർ പറഞ്ഞു ഇല്ലേ, നമ്മൾ സൂനം പറഞ്ഞു ഈ പടവലമൊക്കെ എങ്ങനെ വളർത്തുന്നത് അല്ലേ? നമ്മളിങ്ങനെ പടർത്തി മേളിലോട്ട് പടർത്തി വിടും അല്ലേ? നീ ഇവിടെ കടന്ന് കഷ്ടപ്പെടണ്ട, ഈ ചെടി കല്ല് മുള്ളും പാരയും ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക? പന്തല് കെട്ടി അതിൻ്റെ മേളിലോട്ട് വിടും അല്ലേ? പിന്നെ ഒരു പോക്ക. സ്വതന്ത്രം. പിന്നൊരു സ്വതന്ത്രം. ഇതിൻ്റെ ഇടയിലുള്ള ആ സമയത്താണ് ഒത്തിരി കഷ്ടത, ഒത്തിരി തീയമ്പ്, അതെല്ലാം ഈ അമ്പും വിഷമം, സങ്കടം, അതൊക്കെ അല്ലേ? ദൈവം എന്നെ പിടിച്ചെന്ത് ചെയ്യുക? ഇനി നീ ഇവിടെ കിടന്ന് അമ്മ വരയ്ക്കണ്ട, പിടിച്ചോ അല്ലേ? പിന്നെ അതിങ്ങനെ പടരാൻ. അപ്പൊ അടുത്ത് നിൽക്കുന്നതാണ് കണ്ടുപിട. ഇനി താഴത്തെ പരിപാടി നിർത്ത്.
താഴെയുള്ള വിഷയം ഒന്നും കണ്ട് ഭാരപ്പെടണ്ട. ദൈവം ഹല്ലേലൂയ കേട്ടോ, സുജ സിസ്റ്റർ കേട്ടോ, ദൈവം ഇങ്ങനെ മേളിലോട്ടിടാൻ പോവാ, മേളിലോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളോട് പ്രവചിക്കണം, പറയണം. നീ പുറകെ നിൽക്കുന്ന സമരന്മാരൊക്കെ ചുമ്മാ നിൽക്കുക, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേ, നിന്നെ പിടിച്ച് ദൈവം എന്ത് ചെയ്യുക, മതിലിന്മേളിൽ മേളിൽ 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 ഉന്നതമായ അനുഭവങ്ങൾ, ഉന്നതമായ അവസ്ഥ. യെസ്, യു ആർ ദ ബ്ലെസ്സർ. നീ ഒരു അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്, അനുഗ്രഹം. പറഞ്ഞപ്പോ നിങ്ങളൊരു അനുഗ്രഹമാണ് സഹോദരി. ഞാൻ ഉറപ്പോടെ ആത്മമണ്ഡലത്തിൽ പറയുക, നിന്റെ ഒത്തിരി പേര് കുടുംബക്കാരൊക്കെ നിന്നെ ഈ ദിവസങ്ങളിൽ, ചില കുടുംബക്കാരൊക്കെ നിന്നെ കാണാൻ വരും. എന്തിനാ വരുന്നതെന്നറിയോ? സോദര, നിങ്ങള് എന്ത് കാണാൻ വരുവാ? പടവലം കാണാൻ വരുവല്ല. നിങ്ങൾ പടർന്ന് നിൽക്കുന്നത് കാണാം. നിന്റെ ഉയർച്ച കാണാൻ, നിന്റെ നന്മ കാണാൻ, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഉറപ്പോടെ ഞാൻ പറയുക, ചിലരുടെ ശാപം എന്ന് പറഞ്ഞ് ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആഹാരം പോലും കഴിക്കാതെ പൊക്കളയും. കാരണം വീട്ടിന് അത്ര വൃത്തിയായിരുന്നു. സ്തോത്രം, സ്തോത്രം. അത്ര വൃത്തി പോട്ടെ, സ്തോത്രം. അത് ചിലപ്പോൾ ഇപ്പോഴും കാണാൻ. എൻ്റെ വീട് അതുപോലെ മുടിഞ്ഞു കിടന്ന വീടാ, അതുപോലെ ഒരു മനുഷ്യൻ പോലും കയറാൻ അറയ്ക്കുന്ന അനുഭവത്തിൽ കിടന്ന വീടാ. പക്ഷേ ദൈവം ഇതാ നിന്റെ സ്ഥിതിയെ മാറ്റിയിട്ട്, നിന്റെ അവസ്ഥകളെ മാറ്റി. നിങ്ങൾ ഈ രണ്ടുപേര് താമസിക്കുന്നതിന് ഇത്രയും വലിയ വീടൊക്കെ ആവശ്യമുണ്ടോ? സഹോദരൻ, ഇതൊക്കെ ഞാൻ പറയുന്നത് തന്നെ, നിങ്ങൾ കേൾക്കേണ്ടത് ഞാൻ കേൾക്കുക. സ്തോത്രം. മനസ്സിലാവുന്നു? നിങ്ങളെക്കുറിച്ച് ആൾക്കാർ ഇത് പറയും. ഇത്രയും വലിയ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങളായ 2 പേരല്ലേ 3 പേരല്ലേ ഉള്ളൂ. ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമുണ്ട്, ഇത്രയും വലിയ സൗകര്യത്തിൻ്റെ ആവശ്യമുണ്ട്. മുമ്പ് വന്ന എന്താ പറഞ്ഞേ? അവിടെ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുമോ? ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ? സ്വത്രം. ഈ നിങ്ങൾ ഓർത്തോണ്ട, ഈ ചില പ്രവചനങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് സംഭവിക്കാൻ പോകുന്നു. ചില ദിവസങ്ങൾക്കകത്ത് നീ കേൾക്കാൻ പോകും, ചില നാളുകൾക്കകത്ത് നീ കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ വീട്ടിൽ വരുന്നവരുടെ കണ്ണ് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. അത് കണ്ട് ഞെട്ടി, ഇത് കണ്ട് ഞെട്ടി, അത് കണ്ട് ഞെട്ടി, ആ സാധനം കണ്ട് ഞെട്ടി, എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് കണ്ട് ഞെട്ടി, വാഷിംഗ് മെഷീൻ കണ്ട് ഞെട്ടി, എൻ്റെ വീട്ടിലെ ടൈല് കണ്ട് ഞെട്ടി, ഡോറ് കണ്ട് ഞെട്ടി. ഇല്ലേ? ഞെട്ടുമല്ലേ? അത് ഞെട്ടി. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വണ്ടി കണ്ട് ഞെട്ടി തരിച്ചു. സ്തോത്രം. ചിലർക്കൊന്നും വേണ്ട, സാരമില്ല. അവസ്ഥകളെ കണ്ട് ഞെട്ടും, സ്ഥിതികളെ കണ്ട് ഞെട്ടും. സ്തോത്രം. നിന്റെ മുഖത്ത് നോക്കാൻ അവർക്ക് സമയം കിട്ടിയല്ല. പിടികിട്ടുന്നു. എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുക, എൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര ചിരിയും വരും.
അനുഭവമാണ്. മുഖത്ത് നോക്കാനായിട്ട് അവരെന്ത് ചെയ്യും? മുഖത്ത് നോക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ മുഖം സോഡാക്കുപ്പി പോലെ ഇരിക്കുക. സ്തോത്രം. അസൂയ അനുഭവമാണ്. സ്തോത്രം. അവർക്ക് നമ്മുടെ മാറ്റം, നമ്മളിങ്ങനെ മതിലും മേൽ പടരുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ മുഖത്ത് അവർക്ക് നോക്കാൻ പറ്റില്ല. അവർ തറയിലൊക്കെ നോക്കി നിൽക്കും. സ്തോത്ര. തറയിൽ നോക്കുമ്പം ടൈലിൽ കൂടെ നമ്മുടെ മുഖം കാണുന്നു. അതെ, ഇന്നും ടൈലിടാറൊക്കെ ആയോ? ഹല്ലേലൂയ. നമ്മളിത് നിസ്സാരമായി കാണുമെങ്കിൽ ഇതൊക്കെ പരിശുദ്ധമായി ചെയ്യും. ദൈവാത്മാവ് ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് പലരുടെയും സ്ഥിതി ദൈവം മാറും. ഒറ്റ റീസൺ നീയും ദൈവമായിട്ടുള്ള ബന്ധം. കൂരിലിന്റെ താഴ്വരയിലൂടെ പോയപ്പോഴും അവന്റെ വല്ലഭന്റെ ഭുജബലത്തെ നീ മുറുകെ പിടിച്ചു. നീ പിന്മാറിയില്ല, നീ തളർന്നില്ല, നീ പെറുപെറുത്തില്ല. എൻ്റെ ദൈവം ഒരു നാൾ എൻ്റെ സ്ഥിതി മാറ്റുമെന്ന് നീ ഉറക്കെ വിശ്വസിച്ചു. ഒരു നാൾ ഈ ദൈവം എന്നെ വിടുവിക്കുമെന്ന് നീ ഉറക്കെ വിശ്വസിച്ചു. ഒരു നാൾ എൻ്റെ അവസ്ഥയെ ദൈവം മാറ്റും. നീ ഒത്തിരി നിന്ദിക്കപ്പെട്ടു, ഒത്തിരി പരിഹസിക്കപ്പെട്ടു, ഒത്തിരി വേദനകളിലൂടെ നീ കടന്നുപോയി. പക്ഷേ ഹല്ലേലൂയ, നീ ഉറച്ചു വിശ്വസിച്ചു. എന്നെ ഞാൻ പിടിച്ചിരിക്കുന്ന ഭുജം അത് ഇസ്രായേലിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം. അവനെയാ ഞാൻ പിടിച്ചിരിക്കുന്നത്. അവൻ എന്റെ സ്ഥിതി മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിച്ച ദൈവ പൈതലേ, നീ ഓർത്തോളണം, ഈ 2026 ചുമ്മാ കടന്നു പോകുന്ന ഒരു വർഷമല്ല. ആ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന വർഷമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. കരമടിച്ചു നല്ല കർത്താവിനെ. പിതാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചയുടെ പകലിലും ദൈവത്തിൻ്റെ വലിയ മഹാദയ നമ്മോട് തോന്നി. നമ്മെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. 100 മടങ്ങായി സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകണം, അനുഗ്രഹിച്ചു മാനിക്കണം. എല്ലാ മേഖലകളിലും നന്മകളും ഉയർച്ചകളും പ്രാപിപ്പാൻ ദൈവം സഹായിച്ചാൽ ഫിനാൻഷ്യലി, സ്പിരിച്വലി എല്ലാ മേഖലകളിലും നന്മകളും ഉയർച്ചകളും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.